മാതൃഭൂമി ഏർപ്പെടുത്തിയ MP വീരേന്ദ്രകുമാർ സ്മാരക നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരത്തിന് പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ പാണ്ഡുരംഗ ഹെഗ്ഡെ അർഹനായി. പരിസ്ഥിതി മേഖലയിൽ സുസ്ഥിരമായ പരിവർത്തനങ്ങൾ സാധ്യമാക്കിയതിനാണ് 5 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തിപത്രവും അടങ്ങുന്ന പുരസ്കാരം. പ്രൊഫസർ MK സാനു, ഡോക്ടർ വന്ദന ശിവ, ജയറാം രമേശ് എന്നിവർ അടങ്ങുന്ന ജൂറിയാണ് ജേതാവിനെ നിശ്ചയിച്ചത്. ഉത്തര കന്നഡയുടെ ഗ്രാമങ്ങൾ ഊഷരമാകാതിരിക്കാൻ സുന്ദർലാൽ ബഹുഗുണയുടെ ചുവടുകളെ പകർത്തിയ പാരിസ്ഥിതികാചാര്യന് പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം. വെട്ടാനോങ്ങുന്ന മഴുവിന് മുന്നിൽ മരത്തെ ആശ്ലേഷിച്ചു നിൽക്കാൻ നാടിനെ ഉയിർപ്പിച്ചു പാണ്ഡുരംഗ ഹെഗ്ഡെ. സുന്ദർലാൽ ബഹുഗുണയുടെ ചിപ്കോ ആന്തോളൻ പകർന്ന ഊർജം. 1983 കലാസയിലെ കാടുകൾക്ക് വേണ്ടി സാൽക്കാനിയിലെ മനുഷ്യർ മരങ്ങളെ പുണർന്നു. പശ്ചിമഘട്ടം പ്രാണൻ എന്ന് നിരക്ഷരരായ ഗ്രാമീണർ ലോകത്തെ പഠിപ്പിച്ചു. വൃക്ഷലക്ഷ ആന്തോളൻ പോലുള്ള നിരവധി തുടർ സമരങ്ങൾ വന്നു. വനവൽക്കരണത്തിന്റെ സാമൂഹിക പാഠങ്ങൾ. ഉലിസു, ബെലിസു, ബലാസു. രക്ഷിക്കാം, വളർത്താം, സൂക്ഷിച്ച് ഉപയോഗിക്കാം. അപ്പിക്കോ ആന്തോളന്റെ മുദ്രാവാക്യം നാട് പതിയെ ഏറ്റെടുത്തു. കൊളോണിയൽ അടിമകളായി വന്ന സിർസിയിലെ ആഫ്രിക്കൻ വംശജരായ സിദ്ധി ഹബ്സികൾ വരെ വൃക്ഷം കാത്തു. ലക്ഷം ലക്ഷം വൃക്ഷങ്ങൾ. കാട് പുനർജനിച്ചു. വികസന പദ്ധതികൾക്ക് വേണ്ടി പരിസ്ഥിതി നാശം പാടില്ലെന്ന് പാണ്ഡുരംഗ ഹെഗ്ഡെ പഠിപ്പിച്ചു. തെരുവിലും അരങ്ങിലും എഴുത്തിലും സമരത്തിലും. വനം മന്ത്രിയായി അധികാരമേറ്റ ദിവസം തന്നെ ഒരു മരവും മുറിക്കരുത് എന്ന് ഉത്തരവിട്ട് കസേര വിട്ടിറങ്ങിയ MP വീരേന്ദ്രകുമാറിന്റെ ഓർമ്മകളെ സമ്പുഷ്ടമാക്കുന്നത് കൂടിയാണ് പാണ്ഡുരംഗ ഹെഗ്ഡയിലേക്ക് എത്തുന്ന പുരസ്കാരം. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.